ഇനി ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഓരോ ദുരന്തവും ദാവീദിനെ തൻ്റെ പാപങ്ങൾ ഓർമ്മിപ്പിക്കും. ദാവീദിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല അത്, നമ്മുടെ ജീവിതത്തിലെ പാപത്തിന് ശേഷമുള്ള ഓരോ ജീവിതാനുഭവങ്ങളും പാപത്തിൻ്റെ കാഠിന്യവും ഗൗരവവും ഓർമ്മിപ്പിക്കുന്ന വിധത്തിലായിരിക്കും ജീവിതത്തിൽ ക്രമീകരിക്കപ്പെടുക. തിബേരിയൂസിൻ്റെ തീരത്തെ യേശുക്രിസ്തു ഒരുക്കിവെച്ച അഗ്നിക്കനലുകൾ പീലാത്തോസിൻ്റെ പ്രത്തോറിയത്തിന് മുമ്പിൽ വെച്ച് ഒരു തീച്ചൂടിനരികെ അവനെ തള്ളിപ്പറഞ്ഞ ഓർമ്മകൾ പത്രോസിൽ ഉണർത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഭൂതകാല പാപങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഇത്തരം സൂചനകൾ ദൈവം അയക്കുമ്പോൾ പശ്ചാത്താപത്തിലേക്കും പ്രായശ്ചിത്തത്തിലേക്കും അത് നമ്മെ നയിക്കേണ്ടതുണ്ട്. നമ്മളിവിടെ ദാവീദിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബലഹീനത, അനേകം ഭാര്യമാരുണ്ടായിരുന്നു, അതിൽ അനേകം മക്കളുണ്ടായിരുന്നു. ഈ മക്കളുടെ ജീവിതത്തിലെ തിന്മകളെ തിരുത്തുന്നതിൽ പരാജയപ്പെട്ട ബലഹീനനായ ദയനീയനായ ഒരു പിതാവിനെയാണ് ദാവീദിൽ നാം കാണുന്നത്. അമ്നോൻ ചെയ്ത കിരാത പ്രവൃത്തി